ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളെ വെഡിങ് ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് നമ്മളൊരു എയർ ഫ്രയർ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മേടിച്ചത് ഹൈ റേഞ്ച് ഹോം അപ്ലയൻസ് അവിടെ നിന്നാണ് കേട്ടോ. നമ്മുടെ റിൻഡോപ്പി അവിടെയുണ്ട്. അവിടെ നിന്ന് നമ്മൾ മിക്ക സാധനം മേടിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് അവനിവിടെ നമുക്ക് കൊണ്ടുവന്നു. മഴയും ഒക്കെ അല്ലേ, അപ്പോൾ പുറത്തിറങ്ങണ്ട എന്നും പറഞ്ഞ് അവനിവിടെ കൊണ്ടുവന്നു. നമുക്ക് ഇതിൻ്റെ വില എന്ന് പറയുന്നത് 17,000 രൂപ വിലയാണ് പറഞ്ഞത്. നമുക്ക് ഒരു ചെറിയ വിലക്കുറവിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് അൺബോക്സ് ചെയ്യാം കേട്ടോ. ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നോക്കണ്ടേ. അപ്പോൾ ഇത് തുറന്ന് തന്നപ്പോൾ ഇതിൻ്റെ ഒരു ബുക്ക്ലെറ്റ് ഉണ്ട്, ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ. അപ്പോൾ നമ്മളിത് മെയിനായിട്ട് ഉപയോഗിക്കാൻ കാരണം എന്ന് പറയുന്നത് അറിയോ, നമുക്ക് പ്രായം കൂടി വരുമല്ലേ, 20 വർഷം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് തന്നെ. അപ്പോൾ ഇനി എണ്ണയുടെ ഉപയോഗമൊക്കെ നമ്മൾ കുറയ്ക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സാധനം മേടിക്കാം എന്ന് വിചാരിച്ചത്. അടുത്ത സാധനം ഉണ്ടാ, ഇത് ഡ്രൈ ആണെന്ന് തോന്നുന്നു അല്ലേ. ഇനി ഓരോരോ സാധനങ്ങൾ ഉണ്ട് ഇതിനകത്ത്, എന്തൊക്കെയാണോ എന്നറിയില്ല, നോക്കാം. ഇതിൻ്റെ പുറത്തേക്ക് അടിക്കട്ടെ. വേണ്ടേ, എൻ്റെ കൊമ്പും കുഴലൊക്കെയാന്ന് തോന്നുന്നു. സെറ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെയാന്ന് തോന്നുന്നു അല്ലേ. അതെ. അപ്പോൾ ഇങ്ങനത്തെ എന്താണെങ്കിലും കുറേ സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്, നോക്കാം. അതെ, ഇതിൻ്റെ പുറത്തൊരു പടം കണ്ട് അത് ഉണ്ടാക്കാനുള്ളൊരു സാധനം കേട്ടോ. വണ്ടിയുടെ ക്ലച്ച് ഡിസ്ക് പോലെയൊക്കെ ഇരിക്കുന്ന ഒരു സാധനം കേട്ടോ. അപ്പോൾ ഇത് 12 ലിറ്ററാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു കുറച്ച് വലുതാണ്. നമ്മളിടയ്ക്ക് കുക്കിംഗ് ചാനലൊക്കെ ചെയ്യുന്ന ആളുകളല്ലേ, അപ്പോൾ അതുകൊണ്ട് അതിനോട് കുറച്ച് വലുത് വേണമെന്ന് പറഞ്ഞു. ഞാൻ ഈയിടെ നമ്മുടെ ഒരു കേരളാമസിന് പോയി കഴിഞ്ഞപ്പോൾ അവൻ്റെ അടുത്ത് ചെറുത് ഞാൻ കണ്ടു. അപ്പോൾ അത് നമുക്ക് അത്ര പ്രയോജനമില്ലാന്ന് എനിക്കങ്ങ് തോന്നി. എന്താണെങ്കിലും കുറച്ച് വലുത്. അപ്പോൾ ഇത് 12 ലിറ്ററിൻ്റെ ആണ് കേട്ടോ. ഇതേ ഇങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടിയിട്ടോ. ഇതൊക്കെ എന്തിനാന്നൊക്കെയാണ് ഇനി നോക്കേണ്ടി വരും. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെയാണ് ഈ ഇതിനകത്ത് ഇരിക്കുന്നത് കേട്ടോ. ഇതേ ഇത്ര സാധനം കിട്ടി. അടുത്തത് ആകാംക്ഷ കേട്ടോ, ഇതിൻ്റെ അകമൊന്ന് കാണാൻ. അതെ. അപ്പോൾ ഇത് പൊക്കാം. നീ കവറ പിടിച്ചോ, ഞാൻ പൊക്കുന്നു. മതിയോ, കവർ വാങ്ങിക്കും. ഇതാണ് സംഭവം. ഇനി ഇതുകൂടെ മാറ്റാം. എല്ലാം കുറേ പ്ലാസ്റ്റിക്കുകളുണ്ട്, അതെല്ലാം കളയാം. ഇതിനകത്തുനിന്ന് വല്ലാണ്ട് കുടുകൂടെന്ന് കേൾക്കുന്നു. അങ്ങനെ നമ്മുടെ എയർ ഫ്രയർ പുറത്ത് വന്നിട്ടുണ്ട്. പറഞ്ഞു ഇനിയും സാധനങ്ങളുണ്ട് കേട്ടോ. ഉണ്ടാക്കുന്നതാണോ? അങ്ങനെയും പറയാം. അപ്പോൾ കത്രിക എടുക്കുവാണെങ്കിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം. അപ്പം ഞങ്ങൾ ഈ നെറ്റ് കയറിയൊക്കെ അടിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാം ചെറുതാണ് കേട്ടോ കണ്ടത്. അതിനകത്തുനിന്ന് ഇത്രയും വലിയ സാധനങ്ങളൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. ഇതൊക്കെ എന്തിനാണെന്ന് അറിയാം അവിടെ? ഫ്രഞ്ച് ഫ്രൈസ്. അതൊക്കെ വലിയ ഷോയുള്ള കേട്ടോ. എന്നതാ നമ്മുടെ പൊട്ടറ്റോ അല്ല, ഉരുളക്കിഴങ്ങ് കണ്ടിച്ചത് ചെയ്തെടുക്കാൻ സാധനം. എന്തിനാട്ടെ അടുത്തത് ഫ്രഞ്ച് ഫ്രൈസ്. അടുത്ത് എന്തോ പുറത്ത് വെക്കുന്ന സാധനം. ഇവിടെ ഇതെല്ലാം വീഡിയോ എല്ലാം കയറി കണ്ടിട്ടിരിക്കുക കേട്ടോ. അതുകൊണ്ട് ഞാനതൊന്നും കണ്ടില്ല കേട്ടോ. ഇതെന്തിനാ? ഇത് ഫിഷൊക്കെ ഇങ്ങനെ പൊരിച്ചെടുക്കാൻ 2 പീസ് ഉണ്ടോ? ഇത് 2 പീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫിഷ് ആദ്യം ചെയ്യേണ്ടി വരും. ഉൾഭാഗം എന്ന് പറയുന്നത് ഇതാണ് കണ്ടോ. ഇതിനകത്തൊന്നുമില്ല, പൊള്ളയായിട്ടിരിക്കുന്ന ഒരു സംഭവം. മേലൊരു കോയിലൊക്കെ ഉണ്ട്. ഇത് അടപ്പടയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കാം. പറിച്ചെടുത്ത സാധനം അടയ്ക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കണ്ടുപിടിച്ചു. ഇത്രേ ഉള്ളൂ പരിപാടി.
ഇത് ഇങ്ങനെ വെക്കുന്നു. ഇങ്ങനെ ഊരി പോകുന്നേ ഉള്ളൂ. ഇവിടെ ലോക്കുണ്ട്, ഇവിടെ ലോക്കുണ്ട് കണ്ടോ. ആ ലോക്ക് ഇങ്ങനെ കയറ്റിയിടുന്നു. അപ്പോൾ ഇതിനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് പവർ പ്ലഗ് ഉള്ള സ്ഥലത്തേ ഇത് കുത്താൻ പറ്റുള്ളൂ കേട്ടോ. നമുക്ക് എന്തായാലും അടുക്കളയിൽ കൊണ്ടുവന്ന് കുത്തി നോക്കാം. അപ്പോൾ ഇത് പവർ പ്ലഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് കുത്താൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ അടുക്കളയിൽ കുത്തണമെങ്കിൽ വേറെ പവർ പ്ലഗ് പിടിപ്പിക്കേണ്ടി വരും. പഴയ മോഡൽ വീടല്ലേ. എന്തായാലും ഓണാക്കിയിട്ടുണ്ട്. ടച്ചാണ് കേട്ടോ. അങ്ങനെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് മീൻ പൊള്ളിക്കുന്നത് എങ്ങനെയൊക്കെ വന്നു പോയി. ടൈമർ സെറ്റിങ്, ചിക്കൻ, എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കും, കുഴപ്പമില്ല. ഇതിൻ്റെ അകത്തൊരു ഗ്ലാസ്സൊക്കെ ഉണ്ട്. അടയ്ക്കുന്ന അപ്പം തന്നെ അത് ഇതായി പോകുന്നുണ്ട് അല്ലേ. ഈ എയർ ഫ്രയറിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ കൊളസ്ട്രോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. എണ്ണയിൽ പൊരിച്ച് കഴിക്കുന്ന ഒരു സംഭവമൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. മാത്രമല്ല വെളിച്ചെണ്ണയുടെ വിലയൊക്കെ കുതിച്ച് കയറിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഈ സാധനമൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്നതാണ് കേട്ടോ. അതുപോലെ നമുക്ക് ആക്സസറീസ് എന്തൊക്കെയാണെന്നുള്ള ഒരു ഡീറ്റെയിലും കാര്യങ്ങളും ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന താഴെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ചിക്കൻ റെഡിയാക്കാൻ വേണ്ടി ചിക്കൻ റൊട്ടിസറി ഉണ്ട്, പിന്നെ റൊട്ടേഷൻ ഡ്രം ബാസ്ക്കറ്റ് കറക്കി കൊടുക്കാൻ വേണ്ടിയായിരിക്കും. പിന്നെ ഓയിൽ പാൻ ഉണ്ട്, അതാണ് നമ്മൾ കണ്ടത്. പിന്നെ വീണ്ടും റൊട്ടിസറി ഹോൾഡർ ഉണ്ട്. പിന്നെ ബാർബിക്യൂ ഗ്രില്ലുണ്ട്. മൾട്ടി ലെയർ ട്രേ ഉണ്ട്. ഇതിനകത്ത് പിസ്സ ഒക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടാക്കി തരുമോ? ഫ്രഞ്ച് ഫ്രൈസ്, സ്റ്റീക്ക്, ഗ്രിൽഡ് ഫിഷ് അങ്ങനെ എല്ലാം ഉണ്ടാക്കാൻ. അപ്പം നമ്മൾ മേടിച്ചത് ഇംപെക്സ് മിഗോ എന്ന് പറയുന്ന ഐറ്റമാണ് അല്ലേ, പ്രൊഡക്റ്റ്. അത്യാവശ്യം ഒരു വലിയ വീട്ടുകാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആവശ്യക്കാർ പോയി മേടിക്കുക. എന്താണെങ്കിലും ചെറുത് മേടിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ബെറ്ററാന്ന് തോന്നുന്നു വലിയത് മേടിക്കുന്നത്. കാരണം നമുക്ക് കുറച്ച് വലിയ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ അത് വെക്കാമല്ലോ. പിന്നെ ഫുൾ ചിക്കനൊക്കെ സെറ്റ് ചെയ്യാം. ഫുൾ ചിക്കൻ ഒരെണ്ണം കയറിയിരിക്കും അല്ലേ. ഒരു ഫുൾ ചിക്കനൊക്കെ വേണമെങ്കിൽ ഇതിനകത്ത് കയറിയിരിക്കും കേട്ടോ. അതിനുള്ള ക്യാപ്പൊക്കെ ഉണ്ട്. ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുന്നതുമായിട്ട് അടുത്ത വീഡിയോ കാണാം.